ഹായ് 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 സുരേഷേട്ടാ, Hi. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഓൺ എ മെഗാ ചാർജ് ഇവന്റ്. താങ്ക് യു. ഞാൻ പ്രതീക്ഷിച്ചത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കാറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര ഗംഭീരായിട്ടുള്ള ഒരു വരവാണ്. പക്ഷെ ഇതെന്താന്ന് എനിക്ക് അങ്ങോട്ടേക്ക് ഈ ഒരു റോബോട്ട് ഡോഗ് ആയിട്ട് അത് ശരിക്കും ബ്ലാക്ക് കാറ്റുമായിട്ടാണ് ഞാൻ എല്ലാ സ്ഥലത്തും പൊക്കോണ്ടിരുന്നത്. പക്ഷെ ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇതാവുമ്പോ പ്രശ്നമല്ല, റോബോട്ട് ഡോഗ് ആക്കി എന്റെ ഇഷ്ടത്തിനും എന്റെ സൗകര്യത്തിനും അത് എന്ത് വേണോ ചെയ്തോളൂ. എന്ത് ചെയ്യും? എന്തും. എല്ലാരും അറിയൊക്കെ അങ്ങനെ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ബ്രൗണി ഹായ്. ബ്രൗണി അത് അർമാനൻ മാത്രമേ കൊടുത്തു, നമുക്ക് വേണം. നോബി എവിടെ ഇരിക്കുന്നു? നോബിക്ക് ഒരു ഹായ് കൊടുത്തേ. അതെന്തൊരു വേലയുണ്ടോ? എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്ക് നീ വെഞ്ഞാറ് മൂടല്ലേ, അതുകൊണ്ട് മൂട് വെച്ച് മതി. സ്റ്റോപ്പ്. ബ്രൗണി നിനക്ക് ഇഷ്ടമുള്ള ഒരു താരം ഇവിടെ ഉണ്ട്. ദേ ഇരിക്കുന്നു ശ്വേത മേനോൻ. ദേ ഉണ്ടോ? അനുഗ്രഹിച്ച് അല്ല, അനുഗ്രഹിച്ചതല്ല, കെട്ടിപ്പിടിക്കാനായിട്ട് കൈ കാണിച്ചു. ശ്വേതക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമായോണ്ട് ചെല്ല്. അല്ല, അത് മാത്രല്ല, ഹാർട്ടാ കാണിച്ച ഹാർട്ട്. മിണ്ടരുതെന്ന് എനിക്ക് വയ്യ. ചെല്ല്. മതിൽ ചാടാ അറിയാം. ഹാർട്ട് വേണ്ട, ഇവിടെ വേദങ്ങി പോരെ, അതെന്നെ പോലല്ല. പക്ഷേ അതിന് കൺട്രോൾ ഉണ്ടാവില്ല. ബ്രൗണി, ടിനിടോം എവിടെ? ഇടയ്ക്കിടയ്ക്കൊക്കെ ടിനിടോം എവിടെയാ പോകുന്നത്? ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ ആളിയാ? സുരണ്ണ, എനിക്ക് ഇത് അണ്ണന്റെ വേഷവും ഈ റോബർട്ടിനെ കണ്ടപ്പോ എനിക്കൊരു കോമഡി ഓർമ്മ വന്നു. ഞാൻ പറയട്ടെ, പട്ടി വെച്ചൊരു കോമഡി. പോയെന്ന് പറ. അസീസ് പോയി. നിന്റെ ഏതോ ഒരു കോമഡി അത് സെൻസ് ചെയ്ത്. ഇത് സംഭവം ഇത് സുരാണ്ണ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന സംഭവം. ഇല്ലാതെ ഞാനും എന്നിട്ട് എന്റെ കോമഡി മുഴുവൻ ഞാൻ അതിനെ കേൾപ്പിക്കും. ഞാനിത് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ? സുരാജിന്റെ കോമഡി ഒക്കെ തീർന്നിട്ട് അവൻ റോബോട്ടായിട്ട് ഇറങ്ങിയേക്കോ. പക്ഷെ ഞാൻ റോബോട്ടുമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ മലയാള സിനിമയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് എത്തി തമിഴിന്റെ ഒരു മുഖം, ഒരു ചെന്നൈ മുഖം. തമിഴിലാണോ ആ മുഖത്തെ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, അത് തമിഴ്നാടിന്റെ ഒരു മുഖം എന്ന് പറയുന്നത്. ഇല്ല സുരാജേട്ടാ, അങ്ങനെയല്ല. അതായത് സുരാജേട്ടൻ എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങ് വലിയ പെരുസുണ്ടാ നീങ്ക, വലിയ വലിയ മനുഷ്യണ്ടാ നീങ്ക. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. എപ്പടി ഇരിക്ക തമിഴ്നാട് പഴയ പോലെ തന്നെയാണ്, നല്ല രസം. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ അടിപൊളി. നമ്മുടെ தமிழ் ஏதாவது பேச முடியுமா? கொஞ்சம் கொஞ்சமா பேசிட்டே இருக்கு. அப்படியா? தலைவே കണ്ടിരിക്കാ? തലൈവ കണ്ടിരുന്നു. രജനി സാർ ഇതിഹാസത്തിനെ കാണാൻ പറ്റി. ഭയങ്കര രസം. അദ്ദേഹത്തിനെ ആദ്യം ചെന്ന് നമ്മൾ പരിചയപ്പെടുമ്പോൾ അത് എവിടെ ഇരിക്കുന്നു അവിടുന്ന് പെട്ടെന്ന് ചാടി എണീറ്റ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. അപ്പൊ പിറ്റേ ദിവസവും ഞാൻ അങ്ങോട്ട് ചെല്ലും, ഉടനെ പുള്ളി അങ്ങ് എണീക്കും. പിന്നെ ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് പോകൂല. കാര്യം വെച്ചാൽ നമ്മളെ കാണുമ്പോൾ ചാടി എണീക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് പഠിച്ചു പോകും. പിന്നെ ആ ഷോർട്ട് സമയത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ. നല്ല സുരാജ് ഒന്നുമല്ല, അത് നമ്മളിപ്പോ എല്ലാവരും അല്ലേ പ്രായമുള്ളവരെ കാണുമ്പോ എഴുന്നേക്കൂലേ? ഇത് പഴയത് ഇത് ഇപ്പോഴത്തെയാണത്. പുതിയൊരു സാധനം പറഞ്ഞത്. നാദർശ എന്നെ അടുത്ത് തന്നെ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കോമഡി. സുരാജേ, ജയിലർ 2 കഴിഞ്ഞിട്ടില്ല. അതും ധനുഷിന്റെ മൂവിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസകരമായിട്ട് പോകുന്നു. കൂടുതൽ വിശേഷം എന്ന് പറഞ്ഞാൽ പുള്ളി അധികം അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. സുരാജേട്ടാ, എല്ലാരും പൊതുവെ പറയുന്നുണ്ട് നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയും ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിലേക്ക് പോവാണെങ്കിൽ തമിഴ് ഇൻഡസ്ട്രി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ശരിക്കും ഭയങ്കര ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഇപ്പൊ നമ്മുടേത് ചെറിയ ഇൻഡസ്ട്രിയാണ്. അത് തമിഴെന്ന് പറയുമ്പോൾ വലിയ ഇൻഡസ്ട്രിയാണ്. പിന്നെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും വൈകാരികമായിട്ടാണ് ആക്ടേഴ്സിനെ അല്ലെങ്കിൽ സിനിമയെ സമീപിക്കുന്നത്.
ഇനി ഇതുവരെ അതല്ലടാ നീ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് പോയി പിടിച്ചോണ്ട് വരുന്നു. ഈ പെട്ടെന്ന് ഏതൊക്കെ തൂണൊക്കെ കണ്ടോലെ കാലും എടുത്തിട്ട് സുരാജിന്റെ കാലും എടുത്തിട്ട് ഒരൊറ്റടി. തമിഴ്നാട് എന്ന് പറയുമ്പോൾ വൈകാരികമായിട്ടാണ് സിനിമകളെയും ആക്ടേഴ്സിനെയും ഒക്കെ കാണുന്നത്. ഇവിടെ നമുക്ക് റെസ്പെക്ട് ഇതെല്ലാം ഉണ്ട്, അവിടെയും അതുണ്ട്. പക്ഷെ വൈകാരികമായിട്ടാണ്. ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാലും അവര് പോയി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രാഷ്ട്രീയം, സിനിമയായിട്ട് കാണും. പിന്നെന്താ, നമ്മുടെയൊക്കെ തിയേറ്ററിൻ്റെയൊക്കെ എണ്ണം വളരെ കുറവാണ്. അവിടെ വലിയ ഏരിയ ഉണ്ട്. പിന്നെ കഥയിൽ നമ്മുടെയൊക്കെ ചെറിയ കഥയാണ്. അവിടെ കഥ ചെറുതാണെങ്കിലും ഭയങ്കര വലുതായിട്ടാണ് അവര് അത് ചിത്രീകരിക്കുന്നത്. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയൊരു സന്തോഷം എന്തായിരുന്നു അറിയോ? അല്ലെങ്കിൽ നമ്മുടെ വിക്രം സാറിന്റെ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനാണെന്ന് തോന്നുന്നു. അവിടെ കേറിയിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിമിക്രിക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിമിക്രി ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ കേറിയിട്ട് എല്ലാവരെയും സംസാരിച്ച് വളരെ കൂളായിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇറങ്ങിയല്ല സുരാജ് ചെയ്തത്. അവിടെ നിന്നിട്ട് ആ വേദി പൊളിച്ചടുക്കി തമിഴകം ഞെട്ടിത്തരിച്ച് കൈയടിപ്പിച്ചിറങ്ങി വന്നെന്നുള്ളതാണ്. അല്ല, അത് പ്രത്യേകം അഭിനന്ദിക്കുന്നു. അറിയാം, അത് പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതൊരു ഒരു എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അത് നമ്മുടെ സ്ഥലമല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ധൈര്യത്തോടു കൂടി, അത് ഇവിടുന്ന് നമ്മുടെ മലയാളികൾ നൽകിയ കൈയിടിയുടെ ഒരു ബലമാണെന്ന് ഞാൻ തീർച്ചയായും അല്ലേ. അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. മറ്റേ അറബിക്കടലോരത്തിന് മറ്റേ ഞാൻ മറ്റേ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. പട്ടിയുണ്ടേ ദിവസം വിളിച്ചാൽ അത് ഷാജോണും സിദ്ദിഖൊക്കെ എപ്പോഴും എന്നെ കളിയാക്കുന്ന ഒരു ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞു പോകണമെങ്കിൽ അല്ലെ ഇന്ന് എന്താണ് പക്ഷേ അതും പിന്നെ വേറെ ഏതുണ്ട് ക്ഷമിക്കണം, ഇനി ഞാൻ ചെയ്യില്ല. പുതിയ തലമുറയിലെ മിമിക്രി ആർട്ടിസ്റ്റുകളെ കണ്ട് എല്ലാം വച്ച് നിർത്തി. നസീർക്കൊക്കെ ഒളിച്ചോടിയല്ലോ, ഇവിടെ പോലും വന്നിട്ടില്ല. ഇവിടെയും വരില്ല. ഇപ്പൊ മിമിക്രി എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി എസ്കേപ്പ്.